വാളയാറിൽ അമ്മയും മകനും ഉൾപ്പെട്ട രാസലഹരി കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ഒരു വർഷം മുമ്പാണ് അമ്മ അശ്വതി ബംഗളൂരുവിൽ നിന്ന് ലഹരിക്കടത്ത് ആരംഭിച്ചതെന്ന് കണ്ടെത്തൽ. സുഹൃത്തുക്കളുമായി ചേർന്ന് ലഹരി ഉൽപ്പന്നങ്ങൾ ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്ത് എത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്നതായിരുന്നു ഇവരുടെ രീതി. ഇവർക്ക് പിന്നിൽ വൻ സംഘമുണ്ടെന്ന നിഗമനത്തിലാണ് എക്സൈസ് ഉള്ളത്. വിവരങ്ങളുമായി ഇപ്പോൾ പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ഏതായാലും കുറച്ച് നാളായി ഉള്ള ലഹരി കടത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വർഷം മുമ്പ് അമ്മ അശ്വതി ഇതുപോലെ ലഹരി കടത്താൻ തുടങ്ങി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള മറ്റു വിവരങ്ങൾ? കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലാകാനുണ്ടോ? ലക്ഷ്മി, ഇതൊരു വലിയ റാക്കറ്റ് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഒരുപക്ഷെ അമ്മയും മകനും ലഹരി കടത്തുന്ന സംഭവം അപൂർവമായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ വലിയ ഞെട്ടൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവർ ബംഗളൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുമ്പോഴാണ് കാറിൽ ഈ 4 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അവരിൽ നിന്നും 10 ഗ്രാം MDMA 10.12 ഗ്രാം MDMA പിടികൂടിയിട്ടുള്ളത്. ഇവർ വാഹനത്തിലിരുന്ന് ഉപയോഗിച്ചു എന്നതിൻ്റെ തെളിവും അതിൽ നിന്ന് ലഭിച്ചിരുന്നു. കാറിനകത്തു നിന്ന് തന്നെ സിറിഞ്ച് ഉൾപ്പെടെ എക്സൈസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അമ്മ അശ്വതി അവർ നേരത്തെ 1 വർഷത്തോളമായി ഇത്തരത്തിൽ രാസലഹരി ഉപയോഗിച്ച് വരുന്നതാണ്. അവരുടെ മകനും ഇത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഞെട്ടലുണ്ടാക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗിച്ചിരുന്നത് എന്നാണ് എക്സൈസ് അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് പുറമെ 2 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊരു വലിയ റാക്കറ്റാണ്. അപ്പോൾ ഇവരെ പിടികൂടാനുള്ള ശ്രമം എക്സൈസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകൂ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉച്ചയോടുകൂടി തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കും. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ